എന്താടാ ഫ്രെഡി, നല്ല ഒന്നാമതൊരു ഒരു പെണ്ണിനെ കണ്ടിട്ട് വന്നിട്ട് നീ ഒന്നും മിണ്ടായിരിക്കുന്നേ? നിനക്കെന്താ ഇഷ്ടപ്പെട്ടില്ല? കൊള്ളാം, കുഴപ്പമില്ല. കുഴപ്പമില്ലാന്നോ? നല്ല പാലപ്പം പോലത്തെ പെങ്കൊച്ചല്ലേടാ, നല്ല ഒന്നാം തരം ജ്ഞാനായ തറവാട്. എന്റെ പൊന്നമ്മച്ചി, ഈ നിറത്തിലും സൗന്ദര്യത്തിലും മാത്രമാണോ കാര്യം? പിന്നെ നമുക്കൊരു കൊച്ചിനെ കാണുമ്പോൾ അതിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ തോന്നണം. അല്ലേ അപ്പനെടുത്ത് ചോദിച്ചേ ഇല്ലേപ്പാ? ഇതൊരു കാര്യം, മുട്ടത്ത് വർക്കിയുടെ പൈങ്കിളി നോവല്ല വർത്താനം പോലെ ഉണ്ടല്ലോടാ. ഒന്നുമില്ലല്ലോ നീ PhD പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ്. ഞാനതവനോട് പറഞ്ഞില്ല. വീട്ടിലേക്കാ അതേ പൗലോച്ചേട്ടോ. ഒരാഴ്ച കണ്ടിട്ട്. ഞാനേ വീട്ടിലോട്ടൊന്ന് പോയതാ, വരുന്ന വഴിയാ. വഞ്ച അവിടെ തന്നെ ഉണ്ട്. നോക്കി പൊക്കോളാം. ഇവിടെ വയ്ക്കണേ. പറഞ്ഞോ. ഒന്ന് നിർത്തിക്കാ കുഞ്ഞെ, കണ്ടത് വളരെ പോരായി. പോണ വഴിക്ക് തുരുത്തിന്റെ അവിടെ നിറക്കാവോ? പിന്നെന്താ, അടുപ്പിച്ചോ. വരുന്ന വഴിയാണോ? തന്റെ PhD എന്ന് തീരും ഫ്രെഡി? ഇവിടുത്തെ ഗ്രൗണ്ട് റിസർച്ച് ഒക്കെ ഫിനിഷ് ചെയ്ത് തീസിസ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പോയി ഡിഫെൻഡ് ചെയ്യണം. പണി കുറച്ചുണ്ട്. നന്നായി നടക്കട്ടെ. ഡോക്ടർ എന്ന് പേരിന് മുന്നിൽ വരുന്ന ഒരു ഗമയാ. അതെ. അല്ല, ഇതാരാ ഇതുവരെ കാണാത്തൊരാൾ? ഓ, പറയാൻ മറന്നു. ഇത് അന്ന. പണ്ട് നമ്മുടെ കരയിലായിരുന്നു. കുഞ്ഞുനാൾ തന്നെ ഓർഫനായ പിന്നെ പഠിച്ചതും വളർന്നതും എല്ലാം കൊച്ചിയിലെ മടത്തി നിന്ന. പിന്നെ അവിടെ തന്നെ ജോലി ചെയ്ത് കുറച്ച് കാശൊക്കെ സമ്പാദിച്ചപ്പോൾ ജോലി മതിയാക്കി സ്വന്തം നാട്ടിൽ വന്നാൽ മതിയെന്നായി. അങ്ങനെ കഴിഞ്ഞ ആഴ്ച എത്തി. ഹലോ ഫ്രെഡി, ഹൗസ് ഇറ്റ് ഗോയിങ്? ഓ, കൊച്ചി പഠിച്ചതിന്റെ അഹങ്കാരം. വലിയ ഇംഗ്ലീഷുകാരിയാന്നാ ഭാവം. അതായിരുന്നു അവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ച. ഞങ്ങളുടെ പള്ളിയിലൊക്കെ വരാൻ തുടങ്ങിയോ? നിങ്ങളുടെ പള്ളി കൂടിയെ കൊള്ളാന്നുണ്ട്. എല്ലാ പള്ളിയിലും ഒരു കർത്താവാണല്ലോ ഇരിക്കുന്നത്. ഒടുക്ക സഭയെന്ന് പുറത്താക്കാതെ നോക്കിയോ.
കാറും കയറ്റിക്കൊണ്ടുവന്ന് ഇവിടെയുള്ള നാട്ടുകാരെ കൊല്ലണോ? എനിക്കിവിടെ ഹോം സ്റ്റേ നടത്താൻ ആരുടെ സമ്മതം ആവശ്യമില്ല. ഇവൾ ഒരു നടക്ക് പോകുന്ന കേസട്ടല്ലോ. അല്ല ഏട്ടാ, എന്താ പ്രശ്നം? താനാരാ? അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. ആരുമില്ലാത്ത വീട്ടിൽ കയറി ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാന്ന് വെച്ചാൽ പ്രശ്നം എന്താണെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അവക്കത് മനസ്സിലായിട്ടുണ്ട്. ഇല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല, മനസ്സിലാവാനും പോണില്ല. പെണ്ണല്ലേ പെണ്ണല്ലേ എന്ന് കരുതി ക്ഷമിക്കുമ്പോ തലേ കയറി നിരങ്ങല്ലേ തല്ലി പൊളിക്കണല്ലോ. ഞാനൊന്ന് പറയട്ടെ. അന്നേനും മാറിയുന്നുള്ളൂ. ഇനിയിപ്പം ഞാനുണ്ടല്ലോ. തല അധികം ഇളക്കണ്ട. മരവിപ്പ് മാറിയിട്ട് എണീറ്റാ മതി. അവരൊക്കെ പോയോ? അരിവാളെടുത്ത് വീശപ്പോ അവര് ജീവനും കൊണ്ടോടി. പോരാത്തതിന് 3-4 നാട്ടുകാരും വന്നു. എൻ്റെ ശ്രദ്ധയൊന്ന് പാളി. ഒരുപാട് സ്റ്റണ്ട് പടങ്ങൾ കാണുന്നതിന്റെ കുഴപ്പ. പെട്ടെന്ന് ഹീറോ ആവാനൊക്കെ തോന്നും. ആൻഡ് ഹീറോയ്ക്ക് അറ്റംപ്റ്റ് സംടൈംസ് ലൈക്ക് ദിസ് ലുക്സ് വെരി സ്റ്റുപ്പിഡ്. എന്നാ പോട്ടെ.